ഇനി നമ്മൾ പോകുന്നത് സാന്ദീപനി മുനി ആശ്രമം. നമ്മുടെ ഗുരുവായൂരപ്പൻ കുട്ടിക്കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ പഠിച്ച, അതായത് ഒന്നാലോചിച്ച് നോക്കും, ഈ ലോകത്തെ മുഴുവൻ പഠിപ്പിക്കുന്ന ആൾ സ്വയം പഠിക്കാൻ പോവുകയാണ്. അന്നേരം ഭഗവാൻ കംസനെയൊക്കെ വധിച്ചതിന് ശേഷം വസുദേവരുടെയും അച്ഛൻ വസുദേവരുടെയും ദേവകി അമ്മയുടെയും നിർദ്ദേശപ്രകാരം ഗുരുകുലത്തിൽ പോവുകയാണ്. ഭഗവാൻ ബലരാമസ്വാമി ഇവിടെയാണ് സാന്ദീപനി മുനിയുടെ കീഴിൽ ശിക്ഷണങ്ങളൊക്കെ സ്വീകരിച്ചത്. ഭഗവാൻ 64 ദിവസം കൊണ്ടാണ് 64 കാര്യങ്ങൾ പഠിക്കുന്നത്. എന്നാലോചിച്ചു, പൊതുവെ ഈ ലോകത്ത് 64 തരത്തിലുള്ള വിദ്യകളുണ്ടെന്ന്. അതിൽ ഏറ്റവും എക്സ്പേർട്ട് ഭഗവാനെ കാട്ടി എക്സ്പേർട്ട് ശ്രീമതി രാധാറാണിക്ക്. അന്നേരം ആ 64 കലകളുടെയും ഉദ്ഭവം ഭഗവാനും രാധാറാണിയാണ്. പക്ഷെ എന്നാലും നമുക്ക് എല്ലാവർക്കും ഒരു ശിക്ഷണം നൽകുകയാണ്. അതായത് നമ്മൾ ഈ ലോകത്ത് വന്ന ഗുരുവിനെ സ്വീകരിക്കണം. സാക്ഷാൽ ഭഗവാൻ ശ്രീരാമസ്വാമിയായിട്ട് വന്നപ്പോഴും ഭഗവാൻ വിശ്വാമിത്ര മുനിയും പല ഋഷിമാരെ, വസിഷ്ഠ മുനി എല്ലാവരെയും ഗുരുവായിട്ട് സ്വീകരിച്ചു. അതിൽ അതേപോലെ തന്നെ ഭഗവാൻ ഗുരുവായൂരപ്പൻ സ്വന്തം തന്നെ വിസ്തൃതമായ ബലരാമസ്വാമി, ജ്യേഷ്ഠനായിട്ട് വന്ന ബലരാമസ്വാമി, രണ്ടും ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. അവർ രണ്ടുപേരും കുട്ടികളായിട്ട് വന്ന് ഗുരുവിൽ നിന്ന് ശിക്ഷണങ്ങളൊക്കെ സ്വീകരിച്ച സ്ഥലമാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് ഭഗവാൻ തിരിച്ചു പോകുന്ന സമയത്ത് സാന്ദീപനി മുനി ചോദിച്ചു, ഭഗവാൻ ചോദിക്കുകയാണ്, ഗുരുദക്ഷിണ എന്താണ് ഗുരു വേണ്ടതെന്ന്. അന്നേരം പറഞ്ഞു, അങ്ങേക്ക് ശിക്ഷണങ്ങൾ നൽകാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചത് തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഭഗവാൻ വീണ്ടും ചോദിച്ചു, എന്തെങ്കിലും ഗുരുദക്ഷിണ ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഗുരു പത്നിയില്ലേ, ഗുരുദേവന്റെ ഭാര്യ, അന്നേരം ഗുരുമാതയാണ്. അന്നേരം ദേവി പറഞ്ഞു, മോനെ അങ്ങ് ഭഗവാനാണെന്ന് എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും വിചാരിച്ച എന്താ നടക്കാത്തത്? നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയ നമ്മുടെ കുട്ടിയുണ്ട്, ആ കുട്ടിയെ നമുക്ക് കൊണ്ടുതരാമോ ചോദിച്ചു. മരണത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ മാത്രമല്ല. അങ്ങനെ ഭഗവാൻ 14 ലോകങ്ങളിലും പോയി, യമപുരിയിൽ വരെ പോയി. ഗംഗാജൻ പറഞ്ഞു, ഇവിടെ ആ കുട്ടിയില്ലെന്ന്. സമുദ്രത്തിൽ ആ ഒരു അസുരൻ ആ കുട്ടിയെ ഉള്ളിൽ വെച്ചിരിക്കുകയായിരുന്നു. ആ കുട്ടിയെ വിഴുങ്ങി, ആ കുട്ടി മരിച്ചിരുന്നു. എന്നിട്ട് ആ കുട്ടിയുടെ ആത്മാവിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക, ബന്ദിയാക്കി വെച്ചിരിക്കുക. അപ്പം ഭഗവാൻ ആ ഗുരുവിൻ്റെ മകനെ രാക്ഷസനിൽ നിന്നും കൊണ്ടുവരികയാണ്. അതും ഇവിടെ തന്നെയാണ്. അങ്ങനെ അതൊരു പാഞ്ചജന്യം എന്ന ശംഖും കൂടെയാണ്. അല്ല, പാഞ്ചജന്യം എന്ന് പറയുന്ന ശംഖ് ഭഗവാന്റെ വൈകുണ്ഠത്തിൽ എപ്പോഴും ഭഗവാന്റെ കയ്യിലുണ്ട്. പക്ഷെ ഭൂമിയിൽ ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് ആ ശംഖ് കയ്യിൽ വരാൻ പല കാരണങ്ങളുമുണ്ട്. പകരം ആ പാഞ്ചജന്യം എന്ന് പറയുന്ന ശംഖ് ഒരു അസുരന്റെ രൂപത്തിൽ വന്ന് ആ അസുരനെ ഭഗവാൻ വധിക്കുകയും അങ്ങനെ വീണ്ടും ഭഗവാന്റെ കയ്യിൽ പാഞ്ചജന്യ ശംഖിന്റെ ആ ശംഖിന്റെ രൂപത്തിലുള്ള അസുരനായിരുന്നു ഈ സാന്ദീപനി മുനിയുടെ മകനെ വധിച്ചത്. അവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആ കുട്ടി ഇരിക്കുകയാണ്, ആത്മാവിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ നിന്നും ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ പിന്നെ സർവോപരി നമ്മൾ ഭഗവാനോടൊപ്പം എപ്പോഴും ഓർക്കുന്ന ഒരാളുടെ പേരാണ് കുചേലൻ, സുദാമ എന്ന് പറയുന്നത്, ഭഗവാന്റെ കൂട്ടുകാരൻ. അന്നേരം ഭഗവാന്റെയും സുദാമയുടെയും സൗഹൃദത്തിൻ്റെ ആ ഒരു കാലവും ഇവിടെ തന്നെയായിരുന്നു. നമ്മുടെ ഇന്ന് ആശ്രമം കാണാൻ പോവുകയാണ്.
64 ദിവസങ്ങളുടെ ഉള്ളിൽ 64 കലകളും പഠിക്കണമെന്നായിരുന്നല്ലോ തീരുമാനിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗുരുവായ സാന്ദീപിനി മുനി രാവിലെ വിദ്യ പഠിപ്പിക്കാൻ കുറച്ച് ലേറ്റായിട്ട് വരുന്നതായിട്ട് മനസ്സിലായി. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു ഇത് എവിടെ പോകുന്നതാണ്. അന്നേരം ഗോമതി നദിയിൽ കുളിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഭഗവാൻ പറഞ്ഞു ഇനി മുതൽ ഗോമതി നദിയിൽ പോകണ്ട, ഗോമതി നദി ഇങ്ങോട്ട് വിളിക്കാൻ പോകും. അങ്ങനെ ഭഗവാൻ തന്നെ ഗോമതി നദി ഇവിടെ കൊണ്ടുപോകും. അങ്ങനെ സാന്ദീപിനി മുനി എല്ലാ ദിവസവും ഇവിടെ കുളിച്ചിട്ട് ഡയറക്റ്റ്ലി ഭഗവാനെ വിദ്യ പഠിപ്പിച്ചു കൊടുക്കുന്നു. പിന്നെ ഇവിടെ ഗാലറിയാണ്, 64 കലകളുടെ ഗാലറി. ഭഗവാൻ പഠിച്ച 64 കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെയാണ്. ഇതിനു മുമ്പേ കണ്ട് നമ്മളവിടെ 14 തരത്തിലുള്ള വിദ്യകൾ, ശാസ്ത്ര പഠനം 14 തരത്തിൽ ഏതൊക്കെയുണ്ട് അത് നിങ്ങളവിടെ കണ്ടു. ഇനി 64 തരത്തിലുള്ള കലാ ആവിഷ്കാരങ്ങൾ അതാണ് ഇത് കണ്ടത്. ഇതൊക്കെ ഉണ്ടല്ല ഇപ്പോഴത്തെ കാര്യത്തിൽ ഒരു വ്യക്തി ഒന്നുകിൽ ഒരു എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ ഡോക്ടറാവും, അല്ലെങ്കിൽ ആർട്സ് കോമേഴ്സ്, അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് പോകും. പക്ഷെ ഭഗവാൻ എല്ലാത്തിനും പെർഫെക്റ്റാണ്. മ്യൂസിക്, ശാസ്ത്രത്തിൽ, എല്ലാത്തിനും. പണ്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പഠിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വേദശാസ്ത്രങ്ങളിൽ നിന്നെല്ലാം ആൾക്കാർ മാറി നിൽക്കുന്നത്, മനോനിയന്ത്രണമില്ല, ഇന്ദ്രിയ നിയന്ത്രണമില്ല, അതുകൊണ്ട് ഒരു കാര്യം പോലും നേരത്തെ പഠിക്കണം. പക്ഷെ 64 കാര്യങ്ങളിൽ എക്സ്പെർട്ട് കാണും ഇനി ആൾക്കാർ. പൂക്കളം ഇടാൻ വരെ പഠിപ്പിക്കുക. ഇനി മുന്നോട്ട് മിമിക്രി ഉണ്ട്, വേഷം മാറുന്നുണ്ട്. ഇങ്ങനെ 64 കലകളിലും ഭഗവാൻ പുസ്തകമാണ്. ശയ്യ എങ്ങനെ തയ്യാറാക്കണം, ഇതുണ്ടോ, വെള്ളത്തിൽ ഇരുന്നുകൊണ്ട് മൃതം എങ്ങനെ കൊട്ടാം, ഇന്ന് അത്രയും കേട്ടിട്ടുണ്ട്. പുറത്ത് നിൽക്കുമ്പോഴേ നമുക്ക് നേരെ ചുവ സ്വരങ്ങൾ മനസ്സിലാവും. ഇത് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ സ്വരങ്ങൾ മനസ്സിലാവും. അന്നേരം വെള്ളത്തിൻ്റെ അടിയിൽ എങ്ങനെയായിരിക്കും ഇവിടെ ആ സൗണ്ട് വരുന്നത് എന്നാലോചിച്ചു. ഹോളി എങ്ങനെ കളിക്കണം അതുവരെ പഠിക്കും. ടൈൽസ് എങ്ങനെ ഇടണം, മാല കെട്ടാൻ പഠിപ്പിക്കുന്നുണ്ട്. തലപ്പ എങ്ങനെ കെട്ടണം, പകടി, കുണ്ടല എങ്ങനെ ഇടാം, കമ്മല്, ചെവി എങ്ങനെ അലങ്കരിക്കാം അതുവരെ പഠിപ്പിക്കണം. പെർഫ്യൂം എങ്ങനെ ഉണ്ടാക്കണം, ഇതുണ്ട് പെർഫ്യൂം ഉണ്ടാക്കണം. പല പല രത്നങ്ങൾ കൊണ്ട് മാല എങ്ങനെ ഉണ്ടാക്കാം. വേഗതയിൽ ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം അതിനുവേണ്ടി പ്രത്യേകം ക്ലാസ് ഉണ്ട്. എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന രീതി. കുക്കിംഗ് വരെ പഠിപ്പിക്കുന്നു. പാനീയങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാം, ജ്യൂസുകളും പല രസങ്ങളും ഒക്കെ അങ്ങനെ ഉണ്ടാക്കും. തുണി എങ്ങനെ തയ്ക്കാം, ഭഗവാനും തയ്ക്കുന്നുണ്ട്. ഇവരൊന്ന് ആലോചിച്ചു 64 ദിവസം കൊണ്ടാണ് ഇത് എനിക്ക് വേണേ. സാന്ദീപിനി മുനി ഒരു ആയുസ് മുഴുവൻ ഇരുന്ന് കണ്ടുപിടിക്കുന്നതെല്ലാം 64 ദിവസം കൊണ്ട് ആൾ കൊണ്ടുവരും. പല പല കലാരൂപങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാം, ഒരു അമ്പലം അതേപോലെയൊക്കെ പറയുന്നത്. രാവിലെ സാന്ദീപിനി മുനി പഠിപ്പിക്കാം, വൈകുന്നേരം പിന്നെ രാത്രിയാകുമ്പോൾ ഭഗവാൻ അത് പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് അന്നത്തെ ദിവസം അതിൽ എക്സ്പെർട്ട്.
ഭഗവാനെ പോലെ പിന്നെ ആർക്കും ഭൂമിയിൽ അത് ചെയ്യാൻ കഴിയും. എങ്ങനെ വായിക്കാം, ഡംബറും എങ്ങനെ വായിക്കാം, അതിൽ ഓരോ ബീറ്റും കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്ന രീതി.